അച്ഛാ നെഗറ്റീവായിട്ടുള്ള ഇപ്പം എല്ലാവർക്കും വില്ലന്മാരോട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വില്ലനിസം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. പോസിറ്റിവിറ്റിയിലോട്ട് വലിയൊരു സംഭവം അവർക്ക് ഒരു ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ വലിയൊരു വിജയം കാണാത്തതുകൊണ്ട് അവരുടെ ലൈഫിൽ ഇപ്പം നോർമലായിട്ട് നോക്കുമ്പോൾ പോസിറ്റിവിറ്റിക്കകത്ത് വലിയ വിജയം അവർ കാണുന്നില്ല. അപ്പോൾ ഓൾറെഡി അവർ പിന്നെ എന്ന് വെച്ചാൽ വില്ലനായിട്ട് പിന്നെ അങ്ങ് റാപ്പിഡ് ക്വിക്ക് റിസൾട്ടാണ്. നെഗറ്റിവിറ്റിക്ക് എപ്പോഴും പെട്ടെന്ന് കാണാൻ പറ്റുന്ന, പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ടുണ്ട്. പോസിറ്റിവിറ്റിക്ക് കുറയും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വസ്തു വെറുതെ കിടക്കുവാണ്, പെട്ടെന്ന് കാട് പിടിക്കും, പോച്ച പിടിക്കും, പുല്ല് പിടിക്കും, വേണ്ടാത്ത സസ്യങ്ങൾ പിടിച്ചു വയ്ക്കും, വളരും, കളയെല്ലാം കൂടുതൽ, അതിനകത്ത് കായ്കളുണ്ടാകും, അതിനകത്ത് പിന്നെ പൂക്കളുണ്ടാകും. യൂസ്ഫുൾ ആണോ? അല്ല. അപ്പം ഒന്നും ചെയ്തില്ലെങ്കിലും അത് വളർന്നോളും. സോ റിസൾട്ടും ഉണ്ടാവും. സോ ഇതുപോലെയാണ് നെഗറ്റിവിറ്റി പെട്ടെന്ന് റിസൾട്ട് തരും. അതുകൊണ്ടാണ് ഈ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ വരുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഫേമസ് ആയിരിക്കുന്നത്. ഇനി നീ എന്തെങ്കിലും ഒരു ചെടി അവിടെ കൊണ്ട് നട്ടു നോക്കി, നിനക്കൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ചെടി നീ അവിടെ കൊണ്ട് നടുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും അതിനകത്ത് പോയി പരിപാലിച്ച്, വെള്ളം ഒഴിച്ച്, അതിൻ്റെ പിന്നെ ഷെയ്ഡ് കൊടുത്ത്, അതിനെ ഒരു പരുവം എത്തി പരിപാലിച്ച് വരുമ്പോഴത്തേക്കാണ് ചിലപ്പോൾ പശു ആടൊക്കെ ഒന്ന് കടിച്ചുകൊണ്ട് പോകുന്നത്. അതിനെയും പ്രൊട്ടക്ട് ചെയ്ത് വീണ്ടും അതിനെ വളർത്തി വലുതാക്കി അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു 6-8 വർഷം പരിപാലിച്ചാൽ മാത്രമേ അത് ഫ്രൂട്ട്ഫുൾ ആകുന്ന രീതിയിൽ അത് കൺവേർട്ട് ആകത്തുള്ളൂ. അപ്പോൾ നന്മയായിട്ടുള്ളൊരു കാര്യം വരണമെന്നുണ്ടെങ്കിൽ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട്, കൺസിസ്റ്റൻസി ആയിട്ട് ഒത്തിരി നാൾ നമ്മൾ ഇടേണ്ടി വരും. സെയിം വേ പോസിറ്റീവ് കാര്യങ്ങൾക്ക് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിന് എഫേർട്ടുണ്ട്, അതിന് പേഷ്യൻസ് വേണം. പക്ഷെ നെഗറ്റിവിറ്റിക്ക് ഒന്നും വേണ്ട. ആ ഒരു വില്ലനിസം ട്രെൻഡ് ഇപ്പം വരാൻ വന്ന ലൂസിഫർ വന്ന ഒരു സിനിമ ലൂസിഫർ, ഇപ്പം എമ്പുരാൻ വരുന്നു. അതിനകത്തെന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഒരു വില്ലൻ ക്യാരക്ടർ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മോഹൻലാൽ അങ്ങ് ബൂസ്റ്റ് ആവുക. വില്ലൻ ക്യാരക്ടർ അവൻ്റെ ഒരു എൻട്രി, നായകനായിട്ട് ഒരു നല്ലവനായി എല്ലാവരെയും രക്ഷിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, അതാർക്കും വേണ്ട. ഓക്കെ, ഇത് നോക്ക്, ഉണ്ണി മുകുന്ദൻ്റെ ഒരു നല്ല ഫിലിം ചെയ്തു, മാളികപ്പുറം എന്ന് പറയുന്ന ഇതിനകത്തുള്ളത് ഒരു ഡിവൈനിറ്റിയാണ്, ഒരു പോസിറ്റിവിറ്റിയാണ്. പക്ഷെ അദ്ദേഹം മാർക്കോ ചെയ്തു. മാർക്കോ എന്ന് പറയുന്നത് നെഗറ്റീവ് ക്യാരക്ടറാണ്. ഏത് ഫിലിം ആൾക്കാർ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തു? അല്ല, മാളികപ്പുറം അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ അത് സക്സസ് ആയില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നില്ല. പക്ഷേ മാർക്കോയെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നു, അതിനെ ഒരു വലിയ ഹൈപ്പ് കൊടുക്കും. സോ എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടം നെഗറ്റിവിറ്റിയാണ്. അദ്ദേഹം സൂപ്പർ സ്റ്റാർ ഒരു പദവിയിലേക്ക് മാറ്റാനായിട്ട് മാർക്കോ എന്ന് പറയുന്ന കഴിഞ്ഞു. പക്ഷെ അതിനേക്കാളും 100 ടൈംസ് ബെറ്റർ ആയിരുന്നു മാളികപ്പുറം. അതിനകത്ത് അദ്ദേഹം ചെയ്ത ക്യാരക്ടർ ആയിരുന്നു കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ, സ്വാധീനം ചെലുത്തുന്ന ക്യാരക്ടർ, നന്മയുള്ള ക്യാരക്ടർ. അതാർക്കും വേണ്ട. ഓക്കെ, സോ ഒരേ വ്യക്തി തന്നെ ചെയ്ത 2 കഥാപാത്രങ്ങൾ 2 സിനിമ എടുത്ത് അവലോകനം ചെയ്യുമ്പോൾ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് നിരാകരിക്കുന്നു, ഏറ്റവും വൾഗറായിട്ടുള്ള കാര്യത്തെ അവർ താല്പര്യക്കുന്നു. സോ ഇത് നെഗറ്റിവിറ്റിയുടെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പോസിറ്റിവിറ്റിക്ക് പെട്ടെന്ന് വളരാൻ പറ്റില്ല, കുറച്ച് അതിന് ടൈം എടുക്കും. പക്ഷെ ടൈം എടുത്ത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ്. പിന്നെ അത് തന്നെ പിന്നെ അത് ഡീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതുവരെയുള്ള ഒരു സ്ട്രഗിളാണ്. സോ ജോയൽ എന്ന് പറയുന്ന വ്യക്തിക്കകത്ത് ഉണ്ടാകുന്ന പരിണാമം പതിയെ വന്നാൽ മതി, റാപ്പിഡ് ആകണ്ട. സോ ആ പരിണാമം പക്ഷേ സ്റ്റേബിൾ ആയിരിക്കും, സസ്റ്റൈനബിൾ ആയിരിക്കും.